നമുക്ക് CP ജോൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. CP ജോൺ, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. നവകേരള നിർമ്മാണത്തിന് കുതിപ്പേകുന്ന ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ബജറ്റ് എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ 11ഓളം സ്കോളർഷിപ്പുകൾ പല സംവിധാനങ്ങളിലും വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില അടിസ്ഥാന നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആക്ച്വൽസ് കണക്കിലാക്കുമ്പോഴാണ് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളിലടക്കം വലിയ ഇടിവുണ്ടായിരിക്കുന്നു എന്ന് കാണുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ബജറ്റാണ് എന്നാണ്. CP ജോൺ, ആ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ബജറ്റാണല്ലോ വാസ്തവത്തിൽ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പോകുന്ന ഈ സന്ദർഭത്തിൽ ഒരു നല്ല ടോൺ നിലനിർത്തിക്കൊണ്ടല്ല പോകുന്നത് എന്നുള്ളത് ഇന്ന് ഈ ഒരു മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ 2-3 മണിക്കൂറിനകത്ത് കേരളത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ബജറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് മാത്രം പറയുന്നില്ല. താങ്കൾ ചോദിച്ചു ഈ വിഴിഞ്ഞം കൊല്ലം പുനലൂർ ട്രയാങ്കിൾ, അത് തിരക്കേടില്ലാത്തൊരു ആശയമാണ്, സംശയമൊന്നുമില്ല. എനിക്ക് ഒരു വ്യക്തിപരമായിട്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു പൊളിറ്റിക്കലായിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ MV രാഘവൻ തുടങ്ങിയൊരു പരിപാടിയാണ് ഈ വിഴിഞ്ഞം. അത് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാക്കാം എന്ന് അച്യുതാനന്ദൻ ഗവൺമെൻറ്റും നയനാർ ഗവൺമെൻറ്റും പരമാവധി പരിശ്രമിച്ചിരുന്നു. ആ കുറ്റം ഞാൻ പിണറായിക്ക് കൊടുക്കുന്നില്ല. പിണറായിയുടെ ഗവൺമെൻറ് ആ കാര്യത്തിൽ പിണറായി എന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ചാലും ഗവൺമെൻറ് വന്നപ്പോൾ അത് തിരക്കേടില്ലാത്ത തരത്തിൽ അത് പൂർത്തീകരിച്ചത് നന്നായി. അപ്പോൾ നമുക്ക് ബാലഗോപാലിൻ്റെ ബജറ്റ് നോക്കുമ്പോൾ ഈ ദക്ഷിണ കേരളത്തിൻ്റെ ഒരു വളർച്ച, കപ്പൽ നിർമ്മാണശാല, അതേപോലെ തന്നെ പുനലൂർ കൊല്ലം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ആക്ച്വൽസും അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് മണിയും അതൊരു കോൺസെപ്റ്റിനപ്പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള കുറവുണ്ട്. രണ്ടാമത്തത് മുനിസിപ്പൽ ബോണ്ടാണ്. മുനിസിപ്പൽ ബോണ്ടിൽ കൂടെ 1000 കോടി രൂപ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുനിസിപ്പൽ ബോണ്ടും തിരക്കേടില്ലാത്ത നല്ല ആശയമാണ്. പക്ഷേ ഏത് മുനിസിപ്പാലിറ്റിക്കാണ് ഇന്നിപ്പോൾ കേരളത്തിൽ, കൊച്ചിയാണല്ലോ ഏറ്റവും വലിയ കോർപ്പറേഷൻ, അവർക്ക് എത്രയാണ് കിട്ടുക? അത്തരത്തിലുള്ള നേരത്തെ ഒരു ബഹുമാന്യായ മെമ്പറോടെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഹോംവർക്ക് അതിൽ ചെയ്തിട്ടുണ്ടോ? കൊച്ചിക്ക് ഇത്ര എടുക്കാൻ കഴിയും, അതിൻ്റെ കണ്ടീഷൻസ് ഇതാണ്, തിരുവനന്തപുരത്തിന് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോഴിക്കോടിന് എടുക്കാൻ പറ്റും. ഈ തരത്തിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നൊരു കുറവുണ്ടെങ്കിലും മുനിസിപ്പൽ ബോണ്ട് വരുന്നത് ഞാൻ പൊതുവിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് കിഫ്ബിയാണ്. കിഫ്ബിയെക്കുറിച്ച് എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ഒരു നോക്കൂ, ടോൾ എന്ന് 3 ദിവസമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ടോൾ എന്നുള്ള വാക്ക് അദ്ദേഹം റവന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക്. അപ്പോൾ ടോളിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ടോൾ എന്ന് ഇവിടെ പറഞ്ഞ് 2-3 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരുന്ന വാക്ക് ഇല്ലാതാവുകയും കിഫ്ബി എന്നുള്ളത് റവന്യൂ ജനറേറ്റിംഗ് സ്കീം അല്ലെങ്കിൽ അത് മരിക്കും. ഈ റവന്യൂ ജനറേറ്റീവ് അല്ല കിഫ്ബി എന്നുള്ളത് കൊണ്ടാണല്ലോ അത് നമ്മുടെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ മറികടക്കാൻ റവന്യൂ ജനറേറ്റഡ് പ്രോജക്റ്റ് കിഫ്ബി വേണമെന്നുള്ളത് നിങ്ങളുടെ കൂടി താല്പര്യമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷം ഈ കിഫ്ബിക്ക് വോട്ട് ചെയ്തതാണല്ലോ, കിഫ്ബി ആക്ടിന് വോട്ട് ചെയ്തതാണല്ലോ. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് കിഫ്ബിയെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തോമസ് ഐസക്കും പിണറായി വിജയനും തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ പ്രത്യേകതരം ഗവൺമെൻറ്റാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും ആരുടേതൊന്നും വാങ്ങിക്കില്ല, ഞങ്ങളിതെല്ലാം ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞിട്ട് കിഫ്ബി ഡൈഡ് യങ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന കിഫ്ബി മരിച്ചുപോയി. ഇനിയിപ്പോൾ അതിന് എങ്ങനെ ശ്വാസം കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ബാലഗോപാൽ തുടക്കത്തിലെ തന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ടത് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ കിഫ്ബി ഈസ് ഡെഡ്. പക്ഷേ ഞാൻ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം, കിഫ്ബി മരിച്ച കൂട്ടത്തിൽ പ്ലാനും മരിച്ചു. ഈ വന്ന വെള്ളം നിന്ന വെള്ളവും കൊണ്ടുപോയി എന്നൊരു നാടൻ കൃഷിക്കാരുടെ ഒരു വർത്തമാനമുണ്ട്. എന്ന് പറഞ്ഞാൽ കിഫ്ബി വരികയും കിഫ്ബി മരിക്കുകയും ഉള്ള പ്ലാനിനെ തുലയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എഞ്ചിനീയറിംഗും പറഞ്ഞ് ഞാൻ തീർക്കാം, എനിക്കിനി പ്രത്യേകിച്ച് സമയം ഉണ്ടാവില്ലല്ലോ. ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? ഹലോ, എന്തായാലും യെസ്, അതായത് ഇപ്പം സയൻസ് അതുപോലെ തന്നെ എൻജിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നവരെ കുറിച്ചൊരു പ്രത്യേക വകുപ്പായിട്ടാണല്ലോ ഇപ്പോൾ കാണുന്നത് നമ്മൾ. പക്ഷെ എന്താണ് കേരളത്തിലെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ്റെ, മാത്സ് എഡ്യൂക്കേഷൻ്റെ സ്ഥിതി എന്താണ്?
മാത്സ് MSc പോലും നിർത്തിപ്പോയി തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ. അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലും പ്രത്യേകിച്ചും നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുമുള്ള മിക്കവാറും കോളേജുകളിൽ 40% കുട്ടികളാണ് അപേക്ഷിക്കുന്നത്. അവർക്ക് സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയാതെ വളരെ ഭംഗിയായിട്ട് എന്താ പറയുക കവറപ്പ് ചെയ്യാണ്, എല്ലാം കൺസീൽ ചെയ്യാണ്. ഇറ്റ് കൺസീൽസ് മോർ ദാൻ ഇറ്റ് റിവീൽസ് എന്ന് പറയുന്നത് പോലെ ഗാന്ധി യൂണിവേഴ്സിറ്റി സെൻറ്റർ നല്ലൊരു എക്സലൻറ്റ് സെൻറ്ററാണ്. അവിടെ പ്രത്യേകമായിട്ടുള്ള പല കാര്യങ്ങളും നാനോ ടെക്നോളജി കൊണ്ടുവരുന്നു. കെമിസ്ട്രിയിൽ അവർ വളരെ മുന്നിലാണ്. പക്ഷേ ഇത് പഠിക്കേണ്ട കുട്ടികൾ SP കോളേജിൽ 3 MSc കെമിസ്ട്രി ഉണ്ട്, 3 തരം MSc കെമിസ്ട്രി ഉണ്ട്. പക്ഷെ അവിടുത്തെ BSc കോഴ്സിൽ 40% സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. എന്തിനു പറയുന്നു? ഇപ്പോൾ താണു പത്മനാഭൻ്റെ പേരിൽ ഒരു സ്കീം, ഒരു അവാർഡ് കൊണ്ടത് നന്നായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. പക്ഷേ CMS കോളേജിലെ എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ പഠിച്ച കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടികളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ കേരളത്തിൻ്റെ സയൻസ് പഠനം അതിദയനീയമായി കഴിഞ്ഞ 5-8 വർഷക്കാലത്തിലേക്ക് തകർന്ന് തരിപ്പണമായി. അതേപോലെ ഇതേ കോളേജുകളിൽ തന്നെ BComന് കുട്ടികളുണ്ട്, ഇംഗ്ലീഷിന് കുട്ടികളുണ്ട്, ഹിസ്റ്ററിക്ക് കുട്ടികളുണ്ട്. അപ്പം നമ്മൾ യാഥാർത്ഥ്യം, ഞാൻ നേരത്തെ സംസാരിച്ചത് പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടുകളുടെ ആക്ച്വൽസാണ്. ഇവിടുത്തെ ഇത്തരത്തിലുള്ള ആക്ച്വൽസ് കുട്ടികൾ കുറയുന്നു. അത് കുട്ടികളുടെ എണ്ണം ജനനത്തിലുണ്ടായിരുന്ന കുറവൊന്നുമല്ല. കോളേജുകളെ ഉപേക്ഷിക്കുകയാണ് കുട്ടികൾ. പക്ഷേ മിനിസ്റ്റർ ഇവിടെ സയൻസ് ഗ്രാജുവേഷനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം സയൻസ് പ്രൊമോഷന് വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രഫീനെ കുറിച്ച് അദ്ദേഹം നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. നല്ല കാര്യമാണ്, എനിക്കത് സ്വാഗതം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ്റും നമ്മുടെ സൊസൈറ്റിയും മനസ്സിലാക്കേണ്ടത് 10 വർഷം കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഒരു ലീനിയർ പ്രോഗ്രസ്സാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിൽ സയൻസ് ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം, മാത്സ് പഠിച്ചവരുടെ എണ്ണം കുത്തനെ ഇടിയാൻ പോവാണ്. അതിന് പകരം മഞ്ചാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. വെൽ ആൻഡ് ഗുഡ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ് പഠിക്കാൻ തുടക്കി നല്ലതാണ്. ഇപ്പോൾ അസർ എന്ന് പറയുന്നൊരു എഡ്യൂക്കേഷൻ റിസർച്ച് സെൻ്റർ ഉണ്ട്. അസർ എന്നാണ് അതിനെ വിളിക്കുക. ആനുവൽ റിപ്പോർട്ട് ഓൺ എഡ്യൂക്കേഷൻ സർവേയാണ്. അതിൽ പറയുന്നത് കേരളത്തിലെ കുട്ടികൾ മാത്തമാറ്റിക്സിൽ വളരെ മോശമാണ്. അങ്ങനെ പഠിച്ചിട്ട് അവർക്ക് +2 കഴിയുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ആക്ച്വൽസ് ഇല്ല. പിന്നെ കൃഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ ബജറ്റ് കർഷകർക്ക് കൊടുത്തോ? ഈ ബജറ്റിൽ ഒരു ആനുകൂല്യവും ഇല്ല, ഒരു പൈസ പോലും. ശരിയാണ്, വ്യക്തമായി പറഞ്ഞ കാര്യം.